തൊഴിൽപരമായ ആവലാതികൾ ഒഴിയും. തൊഴിലുള്ളവർക്കല്ലേ. മക്കൾക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ ഒത്തുവരും. മക്കളുള്ളവർക്കല്ലേ. സാർ സാർ ഞാൻ ഹാർമണി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരികയാണേ. അതിനിങ്ങനെ തലകുത്തി നിൽക്കേണ്ട കാര്യമുണ്ടോ? സാർ ഞാനല്ല, സാറാണ് തലതിരിഞ്ഞ്. ഓ ഇപ്പൊ ശരിയായി. സാർ ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്ട്സുകൾ പരിചയപ്പെടുത്താൻ വന്നതാണ്. സാറ് ബിസി അല്ലല്ലോ അല്ലേ? എന്ത് ബിസി? താൻ പറയടോ, എന്താ പേര്? സാറിന് ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്ട്സുകളും വാങ്ങാൻ താല്പര്യമുണ്ടോ? അപരിചിതരെ പോലെ പുറത്തു നിൽക്കാതെ കയറിയിരിക്കും. കയറിയിരുന്ന് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ പരിചയക്കാരില്ല. പ്രോഡക്ട്സ് കയറിയിരുന്ന് പരിചയപ്പെടുത്താം. വരൂ. സാർ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഹെയർ ഓയിലാണ്. 100% ഹെയർ ഗ്രോത്ത് ഷുവറാണ്. ആണോ? കല്യാണം കഴിഞ്ഞതാണോ? അല്ല സാർ, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. അതെന്താ കല്യാണം കഴിക്കാത്ത? ഞാനും കഴിച്ചിട്ടില്ല. ഈ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, വീട്ടിലെ ഏക വരുമാന മാർഗം ഞാനാണ്. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. യെസ് യെസ്, ഇതേ കാരണം കൊണ്ടാണ് എന്റെ കല്യാണം മുടങ്ങുന്നത്. പണിക്ക് പോയില്ലെങ്കിൽ പെണ്ണ് കിട്ടില്ല എന്ന്. പൊളിറ്റിക്കലി കറപ്റ്റഡ് സൊസൈറ്റി അല്ലേ? സാറിന് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ? വാങ്ങിക്കാം. എന്റെ അച്ഛനെ ഞാൻ പരിപ്പട വാങ്ങിക്കാൻ ആ കടവറ വിട്ടിരിക്കുകയാണ്. അച്ഛനൊന്ന് വന്നോട്ടെ. ഇതല്ലാതെ വേറെന്തെങ്കിലും ഇവനോ? ഇതെന്റെ ഇൻവൈറ്റ് ഫ്രണ്ടാ. ഇവന് വേണ്ടി ഞാൻ ജീവൻ വേണമെങ്കിൽ കളയും. ഹലോ, ഇന്നലെ പെണ്ണ് കാണാൻ പോയില്ലേ? അത് റെഡി ആയിട്ടോ? അയ്യോ അല്ല, ഹായ് ഹായ്. അതെങ്ങനെ? ഞാൻ നിന്റെ വീടിന്റെ അടുത്തുണ്ട്, ഇപ്പൊ വരാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ വരണ്ട. ഞാൻ ഇവിടെ. ഹലോ ഹലോ ഹലോ. സാർ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുട്ടി ഇരിക്കൂ. കുട്ടിക്ക് എന്റെ അച്ഛനെ പറ്റി അറിയാത്തോണ്ടാ. ചിലപ്പോ ആ ബാഗിലുള്ള മുഴുവൻ അച്ഛൻ വാങ്ങിച്ചു കളയും. അപ്പൊ തരില്ല എന്ന് മാത്രം പറയരുത്. അത് അങ്ങനെ സെറ്റായി, അങ്ങനെ കല്യാണം സെറ്റായി. ഹൈ, അത് കലക്കി. എവിടുന്ന പെണ്ണ്? വടക്കാഞ്ചേരി പാലം കഴിഞ്ഞ് രണ്ടാമത്തെ വീട്. പെൺകുട്ടിയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ആണോ? നീ ഇങ്ങോട്ട് കേറുവാ, ഇരുന്ന് പറയാം. ശരി ശരി. എടാ, ഈ വടക്കാഞ്ചേരി പാലം കടന്ന് രണ്ടാമത്തെ വീട് ഇത്തിരി കഷ്ടി ആയിട്ടുള്ള ഒരു രാജേന്ദ്രനാണോ? അതന്നെ നിനക്കറിയാളെ? അറിയാം. പക്ഷെ ഞാൻ പറയണോണ്ട് നീ ഒന്നും വിചാരിക്കരുത്. കാര്യങ്ങൾ അത്ര വെടുപ്പല്ല. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനെ പറ്റിയ ടീമല്ല. ഒന്നുകൂടി ആലോചിക്കണവും നല്ലത്. ഇനിയിപ്പോ ഒന്നും നോക്കണില്ല, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായി. അത് മതറാ. അത് മതിടാ. നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ ധാരാളം. ചിലപ്പോ ഇത് ഞാൻ വിചാരിച്ച ആളായിക്കൊള്ളൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. നിന്റെ അടുത്ത് ആളുടെ നമ്പർ ഉണ്ടോ? ആളെ തന്നെയാണെന്ന് അറിയാലോ. നമ്പർ ഉണ്ട്. ഇതാണ്. ഒരു മിനിറ്റ്. 99 46 89 52 72. അതന്നെ. അല്ലടാ, ഞാൻ പറഞ്ഞ രാജേന്ദ്രൻ ഇതല്ല. എന്റെ അടുത്ത് ഈ നമ്പർ ഇല്ല. ശരി, ഞാൻ കട്ടെന്നാ. ഇരിക്കും. നീ അച്ഛൻ പരിപ്പോടോ വാങ്ങിക്കാൻ വേണ്ടി പോരും. നമ്മുടെ നാരായണേട്ടന്റെ. അത് തന്നെ. എന്നാ പരിപ്പോട കഴിച്ചിട്ട് പോവാ. നിങ്ങൾ ഇരിക്കും, ഞാൻ അച്ഛൻ വരണോ നോക്കിട്ട് വരാം. ലേറ്റ് ആയല്ലോ. രാജേന്ദ്രൻ, എന്റെ കല്യാണം ഞാൻ മുടക്കി കാണിച്ചു തരാടാ. കറക്റ്റ്. ഹലോ മിസ്റ്റർ രാജേന്ദ്രൻ, ഇവൻ നിങ്ങളുടെ മകളുമായി കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഏതോ ഒരു പെണ്ണിന്റെ കൂടെ കെട്ടും കിടക്കിയെടുത്ത് ഓടിപ്പോകുന്ന ഫോട്ടോ ആണിത്. ആഭാസനാണവൻ, വെറും ആഭാസൻ. എത്രയും പെട്ടെന്ന് കല്യാണത്തിന് പിന്മാറിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഈ നമ്പറിൽ തിരിച്ചു വിളിക്കാനോ മെസ്സേജ് അയക്കാനോ മുതിരരുത്. ഓക്കെ? ഒരു സമാധാനം. അച്ഛൻ വരുന്നുണ്ട്. അയ്യോ, ഭാവി അമ്മായിപ്പനെ വിളിക്കണത്. ഹലോ, ഏത് പെണ്ണ്? എന്ത് വിളിച്ചോട്ടാ? കല്യാണം? ഹലോ ഹലോ ഹലോ. എന്തു പറ്റി രമണ? ഈ കല്യാണവും മുടങ്ങി. ഏതോ ഒരു നാറി ഈ കല്യാണം മുടക്കി. ഞാനും ഏതോ ഒരു പെണ്ണും കൂടി ഒളിച്ചോണ്ട ഫോട്ടോ അയാൾക്ക് കിട്ടിത്ര. എടാ, നീ വിഷമിക്കണ്ടടാ. ഇതിന്റെ പിന്നിലാ ഏയാ.
നിനക്ക് വേറെ കിട്ടൂടാ. ഞാൻ പോവാ. എടാ നിക്കടാ, പരിപ്പോടെ വെച്ചിട്ട് പോവാം. തേങ്ങ മൂട കഴിക്കണം. ലേറ്റ് ആയല്ലോ. ഇതാണോ അച്ഛൻ? അച്ഛാ, അതാരാ? ഇതെന്തോ ചപ്പ് ചവറ് സാധനങ്ങൾ വിൽക്കാൻ വന്ന പെണ്ണ. ഇവിടെ ഒന്നും വേണ്ട മോളെ, ഇവിടെ ഇപ്പൊ ഒന്നിന്റെ ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്തിനു നിക്കണ? വേഗം വെക്കാം. ഓരോന്ന് രാവിലെ ആകുമ്പോ ഇറങ്ങിക്കോളും സാധനങ്ങൾ വിൽക്കാൻ. അച്ഛാ, പരിപ്പോട വാങ്ങിച്ചില്ലേ? അച്ഛൻ കഴിക്കണ്ടട്ടാ, അച്ഛന് ഗ്യാസ് വരും. അമ്മയ്ക്കും കൊടുക്കണ്ട, ഞാൻ കഴിച്ചോളാം.